യേശു ചെയ്ത കാര്യങ്ങൾ ജനക്കൂട്ടം എല്ലാവരോടും പറഞ്ഞു. അവനെ പുകഴ്ത്താൻ നിരവധി പേരുണ്ടായിരുന്നു. പക്ഷേ ആ പുകഴ്ത്തൽ വാക്കുകൾ കേട്ട് യേശു ജീവിക്കുകയല്ല, അവന്റെ ശുശ്രൂഷകൾ തുടങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ധ്യാനിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് രണ്ടുപേര് പറയണം, അത് എന്റെ ചെവിയിൽ കേൾക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടം ഓടുക. എന്നാൽ തമ്പുരാൻ പഠിപ്പിക്കുന്നത് നമ്മൾ അതിലല്ല ജീവിക്കേണ്ടത്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ, കാരണം ദൈവം കൃപ നൽകിയത് കൊണ്ടാണ് അതെനിക്ക് ചെയ്യാൻ സാധിച്ചത്. എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കൃപ എനിക്ക് നൽകിയത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യന്റെ പുകഴ്ത്തൽ വാക്കിൽ ജീവിക്കില്ല. നമ്മൾ പിന്നെ ആ ശുശ്രൂഷ മുന്നോട്ട് പോവുകയും ചെയ്യാം, എന്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ പുകഴ്ത്തൽ വാക്കുകൾ നിൽക്കുന്നു, പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ മടിയന്മാരായിട്ട് മാറും. അങ്ങനെയല്ല, കേട്ടത് ദൈവത്തിന് മഹത്വപ്പെടുത്തുക, മഹത്വപ്പെടുത്തി വീണ്ടും തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുക.